മോട്ടോറോളയുടെ മോട്ടോ എഡ്ജസ് എന്ന് പറഞ്ഞൊരു ഫോൺ ഇതിന് മുമ്പേ ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നു. അതിനെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് റെഡ്മിയുടെ K40 സീരീസിലെ ഫോണുകൾ ഇന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ്മി K40ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. റെഡ്മിയുടെ K40 സീരീസിലെ 3 ഫോണുകളാണ് ഇന്ന് ലോഞ്ച് ചെയ്തത്. K40 Pro, K40 Pro Plus. ഇന്ന് ചൈനയിലാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് മോട്ടോറോളയുടെ എഡ്ജസ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ ഇറങ്ങിയിരുന്നു. അതിനെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇപ്പോൾ റെഡ്മി ഇങ്ങനെ ഒരു ഫോൺ പുറത്തിറക്കിയത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 22,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് കില്ലർ തന്നെ ഈ ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കാം. സ്നാപ്ഡ്രാഗൻ്റെ 870 5G സപ്പോർട്ടോടുകൂടി വരുന്ന നല്ലൊരു ഫോൺ തന്നെയാണിത്. LPDDR4Xൻ്റെ റാം 3.1 UFS സ്റ്റോറേജ് ടൈപ്പൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിൻ്റെ പേര് ചിലപ്പം പോക്കോ F2 ആയിട്ട് അവർ ലോഞ്ച് ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും മോട്ടോറോളയ്ക്ക് വൻ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ റെഡ്മി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു റിയൽമി ഫോൺ കൂടി ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതേ സ്പെക്സൊക്കെ ആയിട്ട് വന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോണിൻ്റെ ഒരു റേഞ്ചിൽ എല്ലാവരും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമാണ് ഈ ഫോണിൽ വരുന്നത്. ഗെയിമിങ്ങിനൊക്കെയാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ലഭിക്കും. വലിയൊരു ഡിസ്പ്ലേയും AMOLEDും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ബെറ്റർ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ നമുക്കിത് ഇന്ത്യയിലേക്ക് എത്തും തന്നെ പ്രതീക്ഷിക്കാം. ഈ പ്രൈസിലൊക്കെ ഈ ഫോണ് ഗെയിമിങ്ങിനൊക്കെ ഈ ഫോൺ സെറ്റ് തന്നെയാണ്. ഇതിൽ 4520 mAhൻ്റെ ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ആണ് മെയിൻ ക്യാമറ വരുന്നത്. അതിന് കൂടെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും 5 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. 20 മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ ഈ ഫോണിൽ വരുന്നത്. അത്യാവശ്യം തലക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. ഗ്ലാസ് ബിൽഡൊക്കെ ആണ് വരുന്നത്. പെർഫെക്റ്റ് ലുക്ക് ആൻഡ് ഫീല് തരുന്ന നല്ലൊരു മൊബൈൽ തന്നെയായിരിക്കും റെഡ്മിയുടെ K40. ഇതിൻ്റെ തിക്നെസ് 7.8 mm ആണ്. 196 ഗ്രാം വെയ്റ്റും ആണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം വെയ്റ്റും തിക്നെസ്സും ഒക്കെ കുറഞ്ഞ ഫോണായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനും വളരെ സുഖമായിരിക്കും. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വിലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 6GB 128GB വേരിയൻറ്റിന് 22,500 രൂപയും 8GB 128GB വേരിയൻറ്റിന് 24,000 രൂപയും 8GB 256GB വേരിയൻറ്റിന് 28,000 രൂപയും 12GB 256GB വേരിയൻറ്റിന് 30,000 രൂപ റേഞ്ചിലും ആയിരിക്കും ഈ ഫോൺ വരിക. എന്തായാലും ഒരു സെറ്റ് പ്രൈസ് തന്നെയാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കൂടാതെ ഈ ഫോണിൻ്റെ കൂടെ Pro ആൻഡ് Pro Plus 2 ഫോണുകൾ കൂടി വരുന്നുണ്ട്. അതൊരു 30,000 40,000 രൂപ റേഞ്ചിലായിരിക്കും വരിക. അതിൽ എടുത്തു പറയേണ്ട വ്യത്യാസം അതിലെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 888 ആയിരിക്കും. അതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരും. പിന്നെ പ്രോയിൽ 64 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും മെയിൻ ക്യാമറ വരിക. Pro Plusൽ 108 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും മെയിൻ ക്യാമറ. ഇത്രയും സ്പെക്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 20,000 തൊട്ട് 40,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ K40 എന്ന് പറയുന്ന സീരീസിൽ ഉള്ള ഫോണുകൾ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണായിരിക്കും. ഇതിന് കോമ്പറ്റീഷനായിട്ട് ഇനി റിയൽമിയും കൂടി വന്നു കഴിഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും മോട്ടോറോളയും റെഡ്മിയും റിയൽമിയും തമ്മിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.